തീരത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് വിഷവസ്തുക്കളുള്ള കണ്ടെയ്നറുകൾ കൊല്ലം ജില്ലയിലെ ചവറ ശക്തികുളങ്ങര തീരത്തും ആലപ്പുഴ ജില്ലയിലെ വലിയഴീക്കൽ തീരത്തും അടിഞ്ഞു തുടങ്ങി. ഈ കണ്ടെയ്നറുകൾ കാണുന്നവർ അതിനെ സ്പർശിക്കാനോ അതിന്റെ അടുത്തേക്ക് പോവുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശങ്ങളുണ്ട്. പുറംകടലിൽ മുങ്ങിത്താഴ്ന്ന ചരക്ക് കപ്പൽ ഏതു നിമിഷവും ഒരു ജലബോംബ് ആയേക്കാം. 16 കണ്ടെയ്നറുകൾ കാൽഷ്യം കാർബണേറ്റ് കപ്പലിലുണ്ട്. വെള്ളവുമായി സമ്പർക്കമുണ്ടായാൽ ഇത് അസിഡിറ്റിൻ വാതകമായി മാറി വൻ സ്ഫോടനം സംഭവിക്കാം. മറ്റ് 13 കണ്ടെയ്നറുകളിൽ ഹാനികരമായ വസ്തുക്കളും കപ്പൽ ടാങ്കറിൽ 450 ടണ്ണോളം ഇന്ധനവുമുണ്ട്. സ്ഫോടനമുണ്ടായാൽ എന്തെല്ലാം സംഭവിക്കുന്നത് പ്രവചനാതീതമാണ്. കൊച്ചി തീരത്ത് 38 നോട്ടിക്കൽ മൈൽ അകലെ തിരക്കേറിയ കപ്പൽ ചാലിന്റെ അടിത്തട്ടിലാണ് കപ്പൽ ഇപ്പോൾ. 20 നോട്ടിക്കൽ മൈൽ പരിധിയിൽ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട്. കൊച്ചി, ആലപ്പുഴ, കൊല്ലം തീരങ്ങൾ എണ്ണ രാസപദാർത്ഥ ഭീഷണിയിലായി. കപ്പലിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ എണ്ണ പരന്നിട്ടുണ്ട്. വെള്ളത്തിൽ നിന്നും എണ്ണ വലിച്ചെടുത്തില്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് വലിയ പ്രതിസന്ധിയാവും. എണ്ണ പടർന്നാൽ മത്സ്യസമ്പത്തിന് കൊടിയ നാശമുണ്ടാകും. 640 കണ്ടെയ്നറുകൾ 100-ലധികം കടലിൽ പതിച്ചിട്ടുണ്ട്. ഒഴുകുന്ന കണ്ടെയ്നറുകൾ മറൈൻ ഗ്യാസ് ഓയിലും വെരി ലോ സൾഫർ ഫ്യൂർ ഓയിലും മറ്റുമാണ്. കോസ്റ്റ് ഗാർഡ് കപ്പൽ, സക്ഷം, കോസ്റ്റ് ഗാർഡിന്റെ ഏറ്റവും വലിയ ഓഫ്ഷോർ പെട്രോൾ യാനമായ സമർത്ഥ എന്നിവ എണ്ണ പടരുന്നത് തടയാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഡോർണിയർ വിമാനം ഉപയോഗിച്ച് എണ്ണപ്പാട നശിപ്പിക്കാനുള്ള പൊടി തെളിച്ചു. കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യത കൂടുതൽ ആലപ്പുഴ തീരത്താണ്. കൊല്ലം, തിരുവനന്തപുരം തീരത്തും സാധ്യതയുണ്ട്. കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാൻ 2 കപ്പലുകൾ രംഗത്തുണ്ട്. കണ്ടെയ്നർ ഭീഷണി എന്ത്? കടലിൽ വെച്ച് സ്ഫോടനം സംഭവിച്ചാൽ തീയണയും. കണ്ടെയ്നറുകൾ കരയ്ക്കടിയുന്ന ഘട്ടത്തിലാണ് വെള്ളവുമായി കലർന്ന് രാസപ്രവർത്തനം നടക്കുന്നതെങ്കിൽ സ്ഥിതി നിയന്ത്രണാതീതമാകും. നിശ്ചിത അകലം പാലിച്ച് കണ്ടെയ്നറുകളെ വിഴിഞ്ഞം, കൊച്ചി പോർട്ടുകളിലേക്ക് വലിച്ചു കയറ്റുന്നതാണ് പോംവഴി. അതിന് കണ്ടെയ്നറുകൾ സംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാകണം. വിദേശത്ത് നിന്ന് ചരക്കുകൾ അയക്കുമ്പോൾ കണ്ടെയ്നറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. കാൽഷ്യം കാർബണേറ്റ് എന്തിനാണ്? അതീവ സുരക്ഷയിൽ പ്രത്യേക സജ്ജീകരണങ്ങളോടെയാണ് രാസപ്രവർത്തനം നടത്തി അസിഡിറ്റിൻ വാതകം ഉണ്ടാക്കുന്നത്. ഇത് സിലിണ്ടറുകളിൽ നിറച്ച് വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. കട്ടകളായും പൊടിയായും കാൽഷ്യം കാർബണേറ്റ് സൂക്ഷിക്കാം. കണ്ടെയ്നറുകൾ എങ്ങനെയെന്നത് വ്യക്തമല്ല. കണ്ടെയ്നറുകൾ കരക്കടിയുന്നത് അപകടമാണ്. അതിനാൽ പ്രത്യേക ജാഗ്രത വേണം. കണ്ടെയ്നറുകളെ മാറ്റുന്നതും വെള്ളത്തിൽ നിന്നുള്ള ഓയിൽ നീക്കവും ശ്രമകരമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.